ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം 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 ഗ്ലോറി 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 ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ആവേ മരിയ ആവേ ആവേ മരിയ സത്യോട് വേണം ആവേ Praise the Lord. Praise the Lord. Yeah. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ അഭിഷേക ശക്തിയോടുകൂടിയാണ് നമ്മുടെ തപസ്സുധ്യാനം നമ്മുടെ പരീക്ഷ സമാപ്തിയിലേക്ക് വരുന്നത്. ഇപ്പോഴും കുറച്ച് സഹോദരങ്ങൾ ഇവിടെ OIT പരീക്ഷ എഴുതാൻ വേണ്ടി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അപ്പോൾ OIT പരീക്ഷ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ എഴുതുന്നുണ്ടാകും. ഇപ്പോഴീ പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മളെ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ദൈവത്തിൻ്റെ ശക്തി. ഞാൻ ആദ്യം മാതാവിൻ്റെ സന്നിധാനം, മാതാവിൻ്റെ പ്രത്യക്ഷ സന്നിധാനത്തിൽ തൊട്ട് വണങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, അമ്മേ ആദ്യാക്ഷരങ്ങൾ നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആദ്യാക്ഷരങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആദ്യവചനം 2 വചനങ്ങൾ തന്നു. ഒരു വചനം തന്നിരിക്കുന്നത്, അതായത് ആദ്യ വചനം എന്ന് പറയണത് പ്രാർത്ഥിച്ചതിന് ശേഷം വന്ന് നിൽക്കുമ്പോൾ, ദൈവജനത്തിൻ്റെ വന്ന് നിൽക്കുമ്പോൾ ദൈവം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വചനങ്ങളാണ്. അത് നമുക്ക് സാധാരണ കിട്ടാൻ ചിലപ്പോൾ ദർശനത്തിൽ കിട്ടും. അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേടിൽ നിന്ന് എടുക്കാവുന്നതാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ വിശ്വാസപ്രമാണം ചൊല്ലി ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്ന വാക്ക് അതാണ്, അവരെന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചോ.
ഈ ലോകത്തിൻ്റെ അധികാരി വിശുദ്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈശോ ഇല്ലാത്ത ഓരോ സമയത്തും ന്യായവിധിയെക്കുറിച്ച് സഭ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് പറയണത്. അന്ത്യസമയമാണ്. അല്ലാതെ നമ്മൾ കൊച്ചു കഥയും തത്തമ്മയുടെയും കുറുക്കച്ചയും കഥ പള്ളിയിലൊക്കെ പറഞ്ഞാൽ കർത്താവ് മോന്തക്കിട്ട് അടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം കർത്താവ് ഇല്ലാത്തൊരു സമയം, അവൻ വീണ്ടും വരവ്, അവൻ്റെ വീണ്ടും വരെ നമ്മൾ നോക്കിയപ്പോൾ സഭയിൽ കർത്താവിൻ്റെ ശാരീരികമായ സാന്നിധ്യം ഇല്ലാത്തൊരു സമയത്ത് സഭ പഠിപ്പിക്കേണ്ടത് എന്താ? ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, പാപത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കുറ്റബോധം ഉണ്ടാക്കരുത്, പക്ഷേ പാപത്തെ സാഹചര്യങ്ങളെക്കുറിച്ച്, അതാണ് ഇപ്പോൾ ഈ പറയണത്. അതായത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ പോലും നമുക്ക് നൽകിയിരിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. യോഹന്നാൻ്റെ സുവിശേഷമാണ് ആദ്യവചനം കിട്ടിയത് 16:9. 16:8 മുതലാത്ത വചനം തുടങ്ങുകയാണ്. എന്നെ സഭിക്കുന്ന ദൈവവേദലെ ആത്മശോധന ചെയ്യുക. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതി എന്ന് പറഞ്ഞ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. നീതി ആ വചനങ്ങൾ ദൈവനീതി തന്നെയല്ല. ചില സമയങ്ങളിൽ ദൈവവചനത്തിന് നീതി എന്ന് പറയും. കാര്യം എന്താ? ദൈവത്തിൻ്റെ മനസ്സാ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനസ്സാ മനുഷ്യനെക്കുറിച്ചുള്ള നീതി. അപ്പോൾ ദൈവവചനത്തെക്കുറിച്ചും അവർ എന്നെ വിശ്വസിക്കാഞ്ഞതിനാൽ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാഞ്ഞതിനാൽ പാപത്തെക്കുറിച്ച് പലപ്പോഴും പറയേണ്ടി വരണ എപ്പോഴാണെന്നറിയാവോ? വിശ്വാസം കുറഞ്ഞു വരുന്ന സമയത്താണ്. പാപം ഉണ്ടാകണത് എങ്ങനെയാണ്? പാപവും വിശ്വാസമായിട്ടാണ് ബന്ധം കിടക്കുന്നത്. അതാണ് യോഹന്നാൻ 16:9. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് വിശ്വാസം കുറയുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ പാപത്തെക്കുറിച്ച് ആലോചിക്കണം. കാരണം വിശ്വാസം കുറയുമ്പോൾ പരിങ്ങില്ലാകാൻ സാധ്യതയുള്ളത് പാവബോധമാണ്. ഇറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ്. എപ്പോഴെങ്കിലും പാവബോധം, ഒരു കാര്യം ചെയ്യുന്നത് തെറ്റില്ല, കുഴപ്പമില്ല, എല്ലാവരും ചെയ്യണതല്ലേ, പിന്നെ നമുക്കെന്താ നാടോടുമ്പോൾ നടുവേ ഓടണ്ടേ എന്ന് ചിന്തിച്ചാൽ അപ്പോൾ ഓർക്കുക, പാപത്തെ ബോധം പോയെന്നല്ല, വിശ്വാസം എവിടെയോ പരിങ്ങില്ലായി എന്നാണ്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പാപം റെക്ടിഫൈ ചെയ്യണ മുമ്പ് വിശ്വാസം പാച്ചപ്പ് ചെയ്യാൻ നോക്കണം. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. വിശ്വാസം ഇപ്പോൾ ഈ ഫെയർവെൽ ടോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് തരണത്. നമ്മൾ പിരിയുകയല്ലേ, അപ്പോൾ ലാസ്റ്റ് ഈശോ സംസാരിക്കാനുള്ളത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും വിശ്വാസം നിങ്ങൾക്ക് പരിങ്ങലായി, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം, ഇപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ല, അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അവനും പോയിട്ടില്ല, അപ്പോൾ ഇവിടെ ഞാൻ ഇന്നിരിക്കുക ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ല, ഞാൻ 2 കൊല്ലമായി പോയിട്ട്, അപ്പോൾ നമുക്ക് കൂട്ടുണ്ട്, സമാധാനമായി. അപ്പോൾ അങ്ങനെയുള്ള പിഴച്ച ആൾക്കാരോട് കൂടുമ്പോൾ പതുക്കെ നമ്മൾക്ക് ആ പാപബോധം കുറഞ്ഞ് വരും. അപ്പോഴെന്താ പറ്റും? അത് ആദ്യമേ കുറഞ്ഞിരിക്കണത് എന്താ? വിശ്വാസമാണ് കുറഞ്ഞിരിക്കുന്നത്. വിശ്വാസം കുറഞ്ഞാൽ ഉടനെ നമ്മൾ വിശ്വാസം കുറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്. വിശ്വാസം കുറഞ്ഞാൽ ഒന്ന് പ്രെയർ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ് വിശ്വാസം കുറഞ്ഞാൽ. അപ്പോൾ ഉള്ള വോൾട്ടേജ് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടി റിസർവിൽ കാണിക്കുകയാണ്. വണ്ടി റിസർവ്, ഇപ്പോൾ നമ്മൾ ബൈക്കിന് പോവുകയാണ്, ബൈക്കിൽ ഉടനെ നോക്കുമ്പോൾ പെട്രോൾ റിസർവിലായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പമ്പ് വരെ അടിച്ച് കത്തിച്ച് പോകും. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവിടെ കയറിയൊക്കെ റോപ്പം മേടിച്ച് അപ്പുറത്തെ കടയിൽ പോയി ആൻറ്റിക്ക് സുഖമാണെന്ന് ചോദിച്ച് ആശുപത്രിയിൽ പോയി കൊച്ചിനെ കണ്ട് ആ പണിയൊന്നും എടുക്കത്തില്ല, ഇല്ലേ? നമ്മുടെ വണ്ടി റിസർവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അധികം അജണ്ടകളും അധികം ഹോംവർക്ക് എടുക്കത്തില്ല. പെട്രോൾ അടിച്ചിട്ട് എടുത്താൽ മതി എന്ന് വിചാരിക്കും.
അല്ലേ? അത് കണ്ടത് ഇത് നമുക്ക് വേണമെങ്കിൽ പെട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആൻറ്റീനെയും കണ്ട് ആൻറ്റി ആശുപത്രിയിൽ നിന്ന് വന്നില്ല, ആൻറ്റീനെ ഒന്ന് കണ്ടേക്കാം, സുഖമാണെന്ന് തിരക്കാം, പോണ വഴിക്കാണേ ഇടയ്ക്കൊന്ന് ഒരു കട്ട് ചെയ്താൽ മതി. പക്ഷേ കട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എണ്ണ കുറഞ്ഞിരിക്കും, അപ്പോൾ നമ്മൾ വഴി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ആൻറ്റീനെ കാണാൻ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യണം? പെട്രോൾ അടിക്കുക, അത് എമർജൻസി. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പാവബോധം കുറഞ്ഞാൽ അടുത്ത ബങ്ക് വരെ ഈ സാധനം പെട്ടെന്ന് ഓടിക്കണം. അടുത്തൊരു ധ്യാനം കൂടുന്നവരെ അധികം കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. മനസ്സിലായില്ലേ? എന്താ കാര്യം? ഈ എല്ലാം തെറ്റ് സംഭവിക്കണേ. ഇപ്പോൾ ഒരു ബിസിനസ് പറ്റി പറയണേ, നമുക്ക് ഒരു ഈ പ്രാവശ്യത്തെ തടി കൂപ്പിനെടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു വരുമ്പോൾ ശരിയാണ്, തടി കൂപ്പിനെടുക്കാം. അപ്പോൾ നമ്മൾ തടി കൂപ്പിനെടുത്ത് ഒരു സഹോദരന് സംഭവിച്ച വിഷയമാണ് ഇപ്പോൾ എൻ്റെ മനസ്സറിയാതെ വന്നത്. തടി ലേലത്തിലെടുക്കണതാണല്ലോ. കിഴക്കൻ നാട്ടിലെ ഏറ്റവും ഒരു പത്തനാപുരം സ്ഥലങ്ങളിലെല്ലാം കുപ്പ് തടിയുണ്ട്. അപ്പോൾ കുപ്പ് തടി ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കണത്? എടുത്തു കഴിയുമ്പോൾ ശരിയാ, നമുക്കത് ഹോൾസെയിലായിട്ട് എടുക്കുന്നത്, അവിടേക്ക് എന്നാണ് പിന്നീട് കാർപ്പൻറ്റേഴ്സ് എടുക്കുന്നതും ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് എടുക്കുന്നത്, എല്ലാ സംഭവം എടുക്കുന്നത്. പക്ഷേ എടുത്ത് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക 2-3 ഹെക്ടർ സ്ഥലത്ത് തന്നെ തടി കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് അവിചാരിതമായിട്ട് ചൈനയുടെ സാധനങ്ങൾ വന്ന് ഇറങ്ങണത്, മലേഷ്യത്തിൽ നിന്ന് ഇറങ്ങുന്ന കപ്പലിൽ വന്ന് സാധനം ഇറങ്ങണത്. അപ്പോൾ തടിക്കച്ചവടക്കാരെല്ലാം അവിടെ തടി വെള്ളത്തിലായില്ലേ? അപ്പോൾ ഈ അൺസീനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ് എടി കുടയെടുക്കടി, പിന്നെ കുട അമ്മക്ക് ഭ്രാന്താണ്. അതൊക്കെ നല്ല നട്ടുച്ച. അപ്പോൾ നമ്മൾ കുടയെടുക്കാതെ പോകും. നമ്മൾ എടുത്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ കയറാൻ പറ്റാതെ വരും. എന്താണ്? ഇടിച്ച് കുത്തി പെയ്യും. ഇപ്പോൾ ഓക്കി വന്ന് കുറേ സഹോദരങ്ങൾ നമ്മുടെ വന്നില്ലേ? എനിക്ക് എന്തോ ഒരു പ്രയാസമാണെന്നറിയാമോ? പ്രയാസമല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ഉള്ളിൽ. കാര്യം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ് കടലിൽ പോയി കാണാതായിരിക്കണത്. അവരെ നോക്കാൻ പോകുന്ന നമ്മളുടെ ഗവൺമെൻറ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കണവന്മാർക്ക് കാറ്റ് പേടിയാ, കടൽ പേടിയാ. കാറ്റും പേടിയാ, കടലും പേടിയാ. അപ്പോൾ ഗവൺമെൻറ് എന്താ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കാറ്റിൻ്റെയും കടലിനെയും പേടിക്കാത്ത മത്സ്യത്തൊഴിലാളിയുണ്ട്. അവൻ അവിടെ ജോലി ചെയ്യുന്നവനാ. ഒരു മാസം ഈ ചെറിയ തോണിയെ പോയാൽ പോലും 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അവൻ അവിടെ കിടക്കണവനുണ്ട്. അവനെപ്പോലെ ഒരു പട്ടാളക്കാരന് ശരിയാകത്തില്ല. പട്ടാളക്കാരൻ ഇതിൻ്റെ ബൈ പ്രൊഫഷൻ പട്ടാളക്കാരത്തിൽ വന്നിട്ട് കുറച്ച് എമർജൻസി ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങേ ഉള്ളൂ. മറ്റവൻ അങ്ങനെയല്ല. 10 വയസ്സിൽ പോയതാണ് 22 ഭാഗത്ത്. 10 വയസ്സിൽ പോയവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോലെ കടലിലെ പട്ടാളക്കാരൻ അവനാ. അവനെ എടുത്തുകൊണ്ട് വേണം ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഓഫീസർമാർ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയും ആൾക്കാർ മരിക്കും. ഞാൻ അടുത്ത നടപടി എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാര്യം ഈ പുഴകളി അവസാനിപ്പിക്കണമല്ല, കോടികളെ ശമ്പളം പറ്റുകയും ചെയ്യും. ജനങ്ങളുടെ ജീവിതം അനാഥപ്രേതം പോലെ കടൽ ഒഴുകി നടക്കുകയും ചെയ്യും. ഈ ആൾക്കാരില്ലേ, അവരോട് നമ്മൾ ചോദിച്ചാൽ അവർ എപ്പം മഴ പെയ്യുമെന്ന് പറയും. ഒരു കാലാവസ്ഥ നിരീക്ഷണം വേണ്ട, അവരോട് ചോദിച്ചാൽ മതി എപ്പം മഴ പെയ്യുമെന്ന്. അവരത് പറയണത് തവളയുടെ ത്വക്കിനെ പോലെ ഈ കാലാവസ്ഥയും ഇവിടെ തൊലിയും തമ്മിൽ ഭയങ്കര സെൻസിറ്റീവാണ്. അവിടെ തൊലിപ്പുറത്തുണ്ടാകുന്ന വെയിലിൻ്റെ വൈബ്രേഷൻ കൊണ്ട്, അതിൻ്റെ പൊള്ളുന്നതിൻ്റെ ഷാർപ്നെസ് കൊണ്ട് അവരെപ്പോൾ മഴ പെയ്യുമെന്നറിയാം. അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ബോഡി സെൻസ് ചെയ്യാൻ പറ്റും. വർഷങ്ങളായിട്ട് കിടക്കുന്ന അനുഭവിച്ചതാണ്. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറൊന്നും വേണ്ട, കറക്റ്റായിരിക്കും സംഭവം. അവരങ്ങനെയല്ല ഒടുപായെടുക്കുകയും അല്ലെങ്കിൽ കരപ്പോരുകയും ഒക്കെ ചെയ്യണത് എങ്ങനെ? ഈ സെൻസിറ്റിവിറ്റി കൊണ്ടാണ്. അവരെപ്പോലെ പരിചയമുള്ള ആരും ഉണ്ടാകത്തില്ല ശരിക്കും. ഇതുപോലെ ആണ് അനുഭവജ്ഞാനം കൊണ്ട്. അമ്മ പറയും മഴ വരാൻ പോണ മോളെ, മഴ വരും മോളെ, കൊട എടുത്തോളാൻ പറഞ്ഞാൽ മക്കത് അറിയത്തില്ല, അവളെടുക്കത്തില്ല. അപ്പം നമ്മൾ പ്രഥമ ദൃഷ്ടിയ ഒരു ബിസിനസ് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ്, അച്ഛാ അഫ്ഗാനിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. പട്ടാളത്തിൽ നിന്ന് പോവുകയാണ്. അച്ഛൻ എന്ത് പറയണമെന്ന് ചോദിച്ച്. ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് അവരെ വിടുകയാണ്. ഞാൻ പറഞ്ഞു നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വൈഫാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഇവന് കുറച്ച് കടങ്ങളുണ്ട്. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ അവിടെ എപ്പോഴും പ്രോബ്ലം അല്ലേ,
ഞാൻ പറഞ്ഞു ഇവൻ പോയി വന്നാൽ പോരെ, നിനക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നീ പോ, 2.5 കൊല്ലത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിനുശേഷം അതൊക്കെ മുമ്പ് നീ തിരിച്ചു പോരണം, മനസ്സിലുണ്ടാവണം. അതിനോട് നമ്മുടെ കടങ്ങൾ തീരും. കാര്യം നമ്മുടെ ശമ്പളത്തിൽ 25,000 അവർ കിട്ടുന്നത് 1.25 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നീ പോയിട്ട് വാ. അപ്പോൾ എന്താ അപ്പോൾ ഇത് എന്ന് പറയണത് ഇങ്ങനെ ഒരു ചിലത് അവർ പ്രാർത്ഥിക്കാൻ തോന്നി ആ സമയത്ത്, ചിലർ പ്രാർത്ഥിക്കത്തില്ല. ഓരോരുത്തരെ കണ്ടിട്ട് വേറെ ഒരുത്തൻ ഗൾഫിൽ പോയി. അങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നയാളാണ്. അവൻ്റെ ബ്രദർ പോയി. ബ്രദറിൻ്റെ സഹോദരൻ അവിടെ വർക്ക് ചെയ്തിരുന്ന വേറെ സഹോദരൻ ഇവിടുത്തെ ജോലി 5 കൊല്ലത്തേക്ക് ലീവ് എടുത്തിട്ട് പോയി. അപ്പോൾ അങ്ങേര് അവിടെ ചെന്നപ്പോൾ അങ്ങേരുടെ ശമ്പളം 18,000 22,000 രൂപയായിരുന്നു അന്ന് ഇവിടുത്തെ ശമ്പളം. അത് 75,000 രൂപയായിട്ട് കിട്ടി. അതിനേക്കാൾ പൊസിഷനും എഡ്യൂക്കേഷനും ഉള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നീ വരുന്നില്ലേ, നീ വരികയാണെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് മാനേജരാകും. മാർക്കറ്റിംഗ് മാനേജറാണെങ്കിൽ 1 ലക്ഷം രൂപ എങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇയാളെ ലീവ് എടുത്ത് പോയി. ഇയാൾ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് മാനേജറാകണമെന്നില്ല, അയാളുടെ കുവൈറ്റിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇയാൾ തന്നെ ഫ്ലൈറ്റിൽ പോയി ബിസിനസ് കമ്പനിക്ക് വേണ്ടി പിടിച്ച് കമ്പനി ഫ്ലറിഷായി. അപ്പോൾ കമ്മീഷൻ ഇൻസെൻറ്റീവ് വേറെയൊക്കെ കിട്ടി 1.25 ലക്ഷത്തെ കൂടി ശമ്പളമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ 15 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് ഇവിടെ ഗവൺമെൻറ് ഇവിടെ അയാൾക്ക് ലീവ് ഇങ്ങനെ നീട്ടി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ 15 കൊല്ലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ അയാൾ കാശല്ലേ വൈഫിന് അയച്ചു കൊടുക്കുമായിരുന്നു. വൈഫ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡില്ലല്ലോ, അപ്പോൾ കാശും ഭയങ്കരമായിട്ട് ഇപ്പം അവൾക്ക് പ്രാർത്ഥനയും കുറഞ്ഞ് അവൾ വേറെ ചുറ്റിക്കളിക്ക് പോയി. വേറെ ഒരു സ്റ്റെപ്പിന് പോസ്റ്റ് പറഞ്ഞ് വേറെ ആൾ കമ്പനി പിടിച്ച് അവനെന്ത് ചെയ്യുന്നത്, ഇവൻ അയച്ചു കൊടുക്കുന്ന കാശല്ല ഇവൾ വഴി അവനടിച്ചു മാറ്റി. അപ്പോൾ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഇവക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്ത് അവൻ അയച്ചു കൊടുത്തോണ്ട കാശ് മുഴുവനും ഇവളുടെ കാമുകന് കൊടുത്തിട്ട് അവർ രണ്ടും കൂടി അക്കൗണ്ട് ചെയ്തിട്ട് ആ അക്കൗണ്ടിലാക്കി. അവൻ തിരിച്ച് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ കാശില്ല. വലിച്ച് കണ്ണക്കുറ്റിട്ട് 2 അലക്കലക്കി അവൻ. അപ്പോൾ അവൾ അത് ഉദ്ദേശിച്ചത് അലക്കാൻ വേണ്ടിയാണ് അവൾ കാത്തിരുന്നത്. അവൾ സൂട്ട്കേസൊക്കെ എണ്ണ കൊടുത്തപ്പോൾ നല്ല പക്കാവ് പോകാൻ വേണ്ടി. ഇവൻ 2 അടി കിട്ടിയിട്ട് വേണ്ടേ പോകാൻ. 2 അടിയും കിട്ടി, അവൾ പോവുകയും ചെയ്തു. വല്ല കഥയുണ്ട്. അപ്പം ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പ്രഥമ ദൃഷ്ടിയ നല്ലതായിട്ട് തോന്നാം. പക്ഷേ പാപത്തിലോ എടുക്കുന്ന തീരുമാനങ്ങൾ ആദ്യം അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റാതെ വരും. ഇപ്പം നമ്മൾ ബുദ്ധിപരമായിട്ട് അങ്കിളും പറഞ്ഞ്, അളിയൻ പറഞ്ഞു, അപ്പൻ്റെ ചിറ്റപ്പൻ പറഞ്ഞു, കൊച്ചപ്പൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഓക്കെയാണ്. എന്നാലും നമ്മൾ പാപത്തിലാണ് ആ തീരുമാനം എടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് കാണാൻ പറ്റാതെ വരും. അപ്പം നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ ഈശോ ഇങ്ങനെ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തീരുമാനം എടുക്കുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നെ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരുന്നാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. ബോധ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയണത്? പാപത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടോ? ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടോ? ഇത് ന്യായവിധിയുമില്ല, ഏതപ്പാ കോതമംഗലം എന്നും പറഞ്ഞ് ന്യായവിധിയുമില്ല, പാപവും ഇല്ല, അങ്ങനെ ഒരു ബോധവും ഇല്ല, ബോധ്യമില്ലെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യു ആർ എ ഡെഡ് ബോഡി. നിനക്ക് ദൈവത്തെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ബോധ്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴെങ്കിൽ യു ആർ എ ഡെഡ് ബോഡി. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് എന്നോ ഇറങ്ങിപ്പോയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ബോധ്യമൊക്കെ ഇതല്ലേ. ഇപ്പോൾ ആദ്യവചനം തന്നെന്താണ്? അത് ആദ്യവചനത്തിന് തന്നിരിക്കുന്നത് ഈ ബോധ്യം നിനക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയെന്ന് മനസ്സിലാക്കാം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയണത്. 10:9 മുതലുള്ള തിരുവചനങ്ങൾ, ബോധ്യവും ബോധവും.
ന്യായബുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യവും ബോധം പോവുക, പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും ബോധം പോവുക. എങ്ങനെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആരോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളവർ, അവിടെ താല്പര്യം അനുസരിച്ച് കൊണ്ട് നിങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ബോധമില്ല, പാപത്തെക്കുറിച്ച് ബോധമില്ല, ന്യായബുദ്ധിയെക്കുറിച്ച് ബോധ്യമില്ല. ഇങ്ങനെ ബോധ്യവും ബോധവും പോയി കഴിഞ്ഞാൽ ഓർക്കുക, പരിശുദ്ധാത്മാവ് നേരത്തെ പോയി കഴിഞ്ഞു വന്ന്. കാര്യം ബോധവും ബോധ്യവും പോണത് പരിശുദ്ധാത്മാവ് പോയി കഴിയുമ്പോഴാണ്. അതാണിപ്പോൾ ആദ്യ വചനമായിട്ട് ഈശോ തന്നിരിക്കുന്നത്. അത് ഫെയർവെൽ ടോക്കിൽ സൂക്ഷിക്കുക. അവസാന വിടപറയൽ വെളിപാടുകളാണ്, വിടപറയൽ ഉന്നതാണ്. രണ്ടാമത് ഈശോ കാണിച്ചു തന്നത് സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ചെറുപാടം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നീ രണ്ടാമത്തെ വചനം വന്നത് ലൂക്ക 5:17 നിന്നാണ് രണ്ടാമത്തെ വചനം വന്നത്. ലൂക്ക 5:17 നിന്നാണ് രണ്ടാമത്തെ വെളിപാട് വചനം കിട്ടിയത്. അതായത് വചനം ഇങ്ങനെ തുടങ്ങുന്നത്, ഒരു ദിവസം ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമജ്ഞരും അവിടെ വന്ന് കൂടി രോഗികളെ സുഖപ്പെടുത്താൻ. അതാണ് വചനം. ഒന്ന് പറഞ്ഞ്, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ്, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഇത് ലൂക്കായുടെ സുവിശേഷമാണ് 5:17. തലവാര രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. അവസാനം അവർ ഈശോൻ്റെ അടുത്ത് രോഗിയെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായത് കാരണം ഓടിളക്കി കട്ടിലോടുകൂടെ കയറിൽ കെട്ടി ഈ രോഗിയെ താഴേക്ക് ഇറക്കുമ്പോൾ ഈശോ ആ രോഗിയെ നോക്കി എന്നാ പറയണത്? നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നുവെന്ന് പറയും. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും എന്നാ പറയും? ഇതെന്താ ദൈവദോഷണം പറയണത്? ദൈവത്തിനല്ലാതെ പാപം ക്ഷമിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഈശോ എന്ത് പറയും? ഭൂമിയിൽ പാപം ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തടവാരോഗ്യോട് പറഞ്ഞു, കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ വിസ്മയിച്ചു. മനുഷ്യർക്ക് ഇത്രയും അധികാരം നൽകിയതിൽ ഇസ്രായേൽ ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? പാപം മോചിച്ചപ്പോൾ എന്ത് പറ്റി? അവനിൽ നിന്ന് ശക്തി നിർഗളിച്ചെന്നാണ്. അപ്പോൾ പാപം മോചിക്കുമ്പോഴാണ് ശക്തി നിർഗളിക്കണത്, ദൈവിക ശക്തി. ഇറ്റ്സ് എ പോയിന്റ്. ഇപ്പോൾ ഒത്തിരി പേര് വന്ന് ക്യാൻസറിനും വരുവിനുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ കുമ്പസാരത്തിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ഇപ്പം ചിലരൊക്കെ വരണത്, ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റിൽ പോകണമെന്ന് വെച്ചാൽ, ഞങ്ങളെ ലക്ഷ്യോട് പോകണമെന്ന് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കണേ. അപ്പം ഞാൻ പ്രാർത്ഥിക്കും. രോഗികളോട് നമ്മൾ പിന്നെ അവിടെ ബാർഗൈൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവരെന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞ കാര്യം? അവരിലേക്ക് ശക്തി വരണം. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല അവരുദ്ദേശിക്കേണ്ടത്. അവരുദ്ദേശിക്കേണ്ടത് എന്താണ്? കർത്താവിനേക്കാൾ വലിയ മെഡിക്കൽ ട്രസ്റ്റ് ഇല്ല, കർത്താവിനേക്കാൾ വലിയ ലക്ഷ്യം എന്ന് ആദ്യം കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഇതുവരെ 2-ാം സ്ഥാനമാണ്. ഹോസ്പിറ്റലിന് 1-ാം സ്ഥാനം കൊടുത്തിട്ട്
പോണ വഴിക്ക് കർത്താവിന് വേണ്ടി ഒരു സപ്പോർട്ട് ചോദിക്കുകയാണ്. ഞാൻ പിന്നെ തർക്കിക്കാൻ നിൽക്കത്തില്ല. ക്യാൻസർ പേഷ്യൻറ്റോട് നമ്മളെന്തിനാണ് തർക്കിക്കണം? പക്ഷേ അയാൾക്ക് അത്ര വിശ്വാസമുള്ളൂ, അതാണ് സംഭവം. അതാണ്ട് വരുന്നിരിക്കണത്. അയാളെന്താ ചെയ്യേണ്ടത്? അയാൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച്, കത്തോലിക്കിന് എന്തൊരു ഭാഗ്യമാണ് ശരിക്കും ഇങ്ങനൊരു കൂദാശ കർത്താവ് സ്ഥാപിച്ചത്. ഞാൻ കർത്താവിനെ കാണുമ്പോൾ ആദ്യം നന്ദി പറയണത് കുമ്പസാരം സ്ഥാപിച്ചതിനാണ്. കാരണം കുർബാന നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറയാമെങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ കുമ്പസാരം ഒരിക്കൽ കുമ്പസാരിച്ചാൽ നമ്മൾ സൂക്ഷിച്ചാൽ കുറേ നാൾ നമുക്ക് ആ വിശുദ്ധിയിൽ ജീവിക്കാം. അത് കുമ്പസാരം സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ കുമ്പസാരത്തെ കാര്യം പറഞ്ഞില്ലേ, കുമ്പസാരം സൂപ്പറാണ്. കാര്യം ഇപ്പം തന്നെ എന്താണ്, ഇവനെ ഒടിച്ചു മടക്കി താഴേക്ക് കൊണ്ടുവരികയാണ്. താഴേക്ക് കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാ പറയും, ജീസസ് ലെറ്റ് ദ പീപ്പിൾ ഹിയർ ദാറ്റ് യു ഹാവ് ദ പവർ ടു റിമിറ്റ് സിൻസ്. പരിശുദ്ധാത്മാ ഈശോയുടെ എന്താ പറയണത്? ഈശോയെ, ഈ നിയമജ്ഞന്മാർ മനസ്സിലാക്കട്ടെ നീ ആരാണെന്ന്, പാപം മോചിക്കാനുള്ള അധികാരം നിനക്കുണ്ടെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പാപം മോചിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്ന്. എന്താ കാര്യം? ശക്തി നിർഗളിച്ചു എന്നാണ് ബൈബിളിൽ ശക്തി എന്ന് ഉപയോഗിക്കണത്. ശക്തി നിർഗളിച്ചു. 5:17 നമ്മൾ വായിക്കണം യൂക്കയുടെ സുവിശേഷം. പാപം മോചിച്ചു കഴിഞ്ഞപ്പോൾ ശക്തി നിർഗളിച്ചു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? നിങ്ങളിപ്പോൾ ഫെയർവെൽ ടോക്ക് സെക്കൻഡ് പോയിൻ്റാണിത്. ഫെയർവെൽ ടോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിൽ കടമുണ്ടായി, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അടിയുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിൽ പോയി ഒരു കേസുണ്ടായി. ഓഫീസിൽ നമുക്കറിയാമല്ലേ, എപ്പോഴും പാരവെപ്പം സൂചിവെപ്പം യൂണിയൻ കളികളും രാഷ്ട്രീയ കളികളും എല്ലാ കോമരങ്ങളും ഇതിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് ചിലപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഓഫീസിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലേ എപ്പോഴും. പിന്നെ എന്താ ചെയ്യണത്? പിന്നെ നിങ്ങൾ അവിടെ കൂടിക്കൊടുക്കും. അതല്ലേ സംഭവിക്കണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കാശ് കിട്ടും. അങ്ങനെ ഒരു കോംപ്രമൈസിലാണ് ഓഫീസൊക്കെ, ഗവൺമെൻറ് ഓഫീസൊക്കെ പോണത്. നിങ്ങൾ കോംപ്രമൈസ് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ഒരു സസ്പെൻഷൻ ഉറപ്പാണ്. കാര്യം ഒരിക്കൽ തഹസിൽദാർ ഒരിക്കൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് വിജിലൻസ് എൻക്വയറിലാണ് ഞാനെന്ന് പറഞ്ഞു. വിജിലൻസ് എൻക്വയറിലാണ്. അതല്ലേ എനിക്ക് സങ്കടം. ഇപ്പം ശമ്പളമൊന്നും ഇല്ലാത്തപ്പോൾ വീട്ടിൽ ഭയങ്കര ഗ്രൂപ്പീസോ ആയിപ്പോയി. ശമ്പളമില്ലല്ലോ. പണമില്ലാത്ത പിണമെന്ന് പറയണത് ആദ്യം കുടുംബത്തിലാണ് പിണമാകണത് നമ്മൾ. അപ്പോൾ ശമ്പളം കുറച്ച് ദിവസങ്ങളില്ല. ഇല്ലാതെ വന്നതിൻ്റെ കാരണം ഈ മനുഷ്യൻ ഒരു മനസാക്ഷി ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്. നല്ല മനസാക്ഷിയാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം മനസാക്ഷി എന്ന് നമ്മൾ പറയുമ്പോൾ അച്ഛനുടനെ അത് സുവിശേഷ വിഹിതമാണ് അല്ലേ എന്ന് നോക്കും. ഇപ്പം ഗാന്ധിക്ക് നല്ല മനസാക്ഷിയില്ലേ, നെഹ്റുവിന് നല്ല മനസാക്ഷിയില്ലേ? ആ മനസാക്ഷിക്കൊന്നും സ്പിരിച്വൽ വാല്യൂ ഇല്ല. എന്താ അത്? ഹ്യൂമനായിട്ടുള്ള കോൺഷ്യസ് ആണ്. അതില്ല. ഒരു രക്ഷിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ദൈവപൈതലിന് ഉള്ള മനസാക്ഷി സുവിശേഷ വിഹിതമായിരിക്കണം. അപ്പം സുവിശേഷ വിഹിതം ഇയാളെ ക്രിസ്ത്യാനിയാണെങ്കിലും ഇയാളുടെ മനസാക്ഷി സുവിശേഷ വിഹിതമല്ല. എന്നുവെച്ചാൽ അയാളുടെ മനസാക്ഷി നല്ല മാനുഷികമാണ്. കാര്യം മാനുഷികമായതിനേക്കാൾ ഉയർന്നതാണ് സുവിശേഷ വിഹിതം എന്ന് പറയണത്. ഇപ്പം ഇയാൾ പറയണത്, ഇയാളിപ്പോൾ എന്തുകൊണ്ടാണ് ഇയാളിങ്ങനെ വിജിലൻസ് പിടിച്ചതെന്നറിയാമോ? ഇയാൾ ഒരു ബന്ധിനും ഇയാൾ പങ്കെടുക്കത്തില്ല, ഒരു ഹർത്താലിനും പങ്കെടുക്കത്തില്ല. കൃത്യമായിട്ട് പുള്ളി ഓഫീസിൽ വന്നിരുന്ന് ജോലി ചെയ്യും. യൂണിയൻകാർക്ക് പിടിക്കുക. യൂണിയൻകാരല്ലേ ഓരോ ബന്ധമൊക്കെ അവരുടെ പാർട്ടിക്കാരല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ ഇപ്പം ഇത്തിരി കുറവാണ്. പണ്ട് തന്നെയായിരുന്നു കൃഷി. അങ്ങനെ കേരളം അങ്ങനെ ഒരു പരുവത്തിലായല്ലേ. കുറേ ഇന്ത്യക്കാർ പോയി രക്ഷപ്പെട്ടത് കൊണ്ട് അന്യരാജ്യങ്ങളിൽ പോയി കാശുണ്ടാക്കിയത് കൊണ്ട് ജീവിച്ചു പോവുകയാണേ. ഈ ഗുജറാത്തിൽ നിന്ന് പാല് മേടിക്കണമെങ്കിലും ആന്ധ്രയിൽ നിന്ന് അരി മേടിക്കണമെങ്കിലും തമിഴിൻ്റെ പച്ചക്കറി മേടിക്കണമെങ്കിലും ഇവിടെ പഠിച്ച് എടുത്താൽ പോയി കഷ്ടപ്പെട്ടിട്ട് കാശുണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാണ് കേരളം നടന്നു പോണത്. ഇവർ മേടിക്കുന്ന ടാക്സും അങ്ങനെയാണ്. അല്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ചെയ്തുണ്ടാക്കിയൊന്നുമില്ല. കഴിഞ്ഞ 20 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഗവൺമെൻറ് എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ഗവൺമെൻറ് ഈ രാജ്യം നിലനിർത്താൻ വേണ്ടി എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു, എന്ത് വരുമാനം കിട്ടുന്ന ഉൽപ്പാദന മേഖലകളെ ശക്തിപ്പെട്ടു. നമുക്കറിയത്തില്ല എന്ത് പദ്ധതി ഉണ്ടാക്കിയെന്ന്. 55,000 കോടി രൂപ ഒരു വർഷം പോയി കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. ഇവർ രാഷ്ട്രീയക്കാരെ കൊടിമേടിക്കണ പോലും ആ കാശിന് വേണ്ടിയാണ്. ഇങ്ങനെ വന്ന കാശിന് നമ്മൾ ശരിക്കും ഏത് ഗവൺമെൻറ് ആയാലും ശക്തമായി പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾ ശരിക്കും ഒരു ഉപഭോഗ ഒരു സംസ്ഥാനമാണ്.
ഉൽപാദന സമൂഹ ഉപഭോഗം എന്ന് വെച്ചാൽ നമ്മളുടെ ഇത്തിരി ഉപഭോഗമല്ല, കുറച്ച് ഭ്രാന്തമായ ഉപഭോഗ സംസ്ഥാനമാണ്. സാധാരണ നോർമലുണ്ട്, ഇത്തേറ്റ് അബ്നോർമലായിട്ട് കൺസ്യൂമറിസമാണ്. അബ്നോർമൽ കൺസ്യൂമറിസം വന്നിരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ചില സമയത്ത് നമുക്ക് മറ്റ് അന്യ സംസ്ഥാനക്കാരുമായിട്ട് എനിക്ക് എൻ്റെ ബന്ധുവുള്ള എൻ്റെ പരിചയമുള്ള ആൾക്കാർക്ക് അവരുമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. ഇവിടെ പ്രാർത്ഥിക്കാൻ തന്നെ ഒരു അന്യനാടുകളിലൊക്കെ മെഡിക്കൽ റെപ്രസെൻ്റായിട്ട് മറ്റേ ഈ കമ്പനികളുടെയൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന ഏജൻസി ആയിട്ടുള്ളവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യാൻ വരും. അപ്പോൾ സിന്ധികളും തമിഴ്നാട്ടുകാരും മാർവാടികളും എല്ലാം ഇവിടെ കൂട്ടുകാരാണ്. ഈ സിന്ധികളും മാർവാടികളും ഒക്കെ ജീവിക്കണത് മലയാളി ജീവിക്കണതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. സിന്ധിയും മാർവാടിയും ഒക്കെ ഉച്ചക്ക് അവർ ഉറങ്ങണ മുമ്പ് അവനൊരു 10,900 രൂപ തൊട്ട് 9,000 രൂപ വരെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കുന്നവരാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9 രൂപ ഉണ്ടാക്കിയ 6 രൂപയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ 10 രൂപയും നമ്മൾ ചിലവഴിക്കും. മലയാളിക്ക് ഉണ്ടാകുന്ന നമ്മുടെ രക്തത്തിൽ കിടക്കുന്ന സാധനമാണ്. ഭയങ്കര ഈ വാങ്ങൽ ശേഷിയാണ്. എന്ത് കണ്ടാലും വാങ്ങിക്കും. നമ്മൾ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പം നമ്മൾ തമിഴ്നാട്ടുകാരനുമായിട്ട് നമ്മൾ നടന്നത് ഇവിടുന്ന് ആലപ്പുഴ നിന്ന് എറണാകുളം വരെ നോക്കിയേ. ഒരു 10 രൂപ ഒരു മലയാളിക്ക് കൊടുത്ത്, അല്ല ഒരു 100 രൂപ ഒരു മലയാളിക്കും കൊടുത്ത്, ഒരു 10 രൂപ ഒരു ഒരു 100 രൂപ ഒരു തമിഴ്നാട്ടുകാരനെയും കൊടുന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങൾ 100 രൂപ തന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടും കൂടി ആലപ്പുഴയിൽ നിന്ന് നടന്ന് എറണാകുളത്ത് പോകാൻ നോക്കി. എറണാകുളത്ത് എത്തുമ്പോൾ തമിഴൻ്റെ കയ്യിൽ അപ്പോഴും 96 രൂപ ഉണ്ടാവും, മലയാളിയുടെ കയ്യിൽ 6 രൂപയും ഉണ്ടാവും. എന്താ കാര്യത്തിൽ ഇവന് എന്ത് കണ്ടാലും വാങ്ങിക്കണമെന്നുള്ള തൃഷ്ണയാണ്. കാര്യം ഇത് ഒരു നേച്ചറാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. ഒന്നും മുതലാവാത്ത ആൾക്കാരാണ് എല്ലാം. ഇപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ടൈൽസ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടവക തന്നെയാണ്. പിന്നെ ഞാനൊരു കല്യാണം ചെന്നപ്പോൾ അവിടെ ടൈൽസ് പൊളിച്ച് അവർ മാർബിൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് കല്യാണത്തിൽ ചെന്നപ്പോൾ മാർബിൾ പൊളിച്ചുകൊണ്ടിരിക്കണവർ ഗ്രാനൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇത് തമിഴ്നാട്ടുകാരനാണെങ്കിൽ അതിൻ്റെ പുറത്ത് ആ പഴയ ടൈൽസിൻ്റെ പുറത്ത് ഒരു കയറ്റുപ എടുത്തിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. നമ്മൾ ക്ലോസ് ചെയ്യത്തില്ല. മാക്സിമം വന്നു കഴിഞ്ഞാൽ കല്യാണം വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ കയറ്റുപ മേടിച്ചിട്ടിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്യും. സുന്ദരമായിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് 5 പൈസ ചിലവില്ല. മലയാളം ഇങ്ങനെ ഒരു ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സാമ്പത്തിക കടങ്ങൾ നിങ്ങളായിട്ട് ഉണ്ടാക്കിയിരിക്കുക. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൃപ തരുന്നു, ഇവിടുന്ന് കൃപ തരുന്നു. പക്ഷേ നമ്മളെ കാട്ടുതീ പിടിക്കുമ്പോഴേ അവിടെ കൊണ്ടുപോയി വെഞ്ചരിച്ച വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വെള്ളത്തിൻ്റെ ഭാവി എന്താ? ആവിയാണത്. അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങളിങ്ങനെ ഈ ഉപഭോഗ സംസ്കാരത്തെ പെട്ടിട്ട് ഓരോരോ സാധനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ അധ്വാനവും കടം മേടിച്ച് കൂടിയും മുടക്കി കഴിഞ്ഞാൽ പിന്നെയും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവം മനുഷ്യനെ സരള ഹൃദയമായിട്ട് സൃഷ്ടിച്ചെന്നല്ലേ പറയണത്. സിമ്പിൾ ഹാർട്ടാണ്. സങ്കീർണങ്ങളായ സൃഷ്ടി സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്. മനുഷ്യൻ സ്വന്തമായിട്ട്. അതാണ് സഭാപ്രസംഗം 7:29. ദൈവം മനുഷ്യനെ സിമ്പിളായിട്ട് സൃഷ്ടിച്ചു. പിന്നെ പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. എല്ലാം അവൻ ഉണ്ടാക്കിയതാണെന്നാണ്. അപ്പോൾ സുവിശേഷ വിഹിതമായ ഇല്ലാത്ത മനസ്സാക്ഷിയോടുകൂടി മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ സബ്ജക്റ്റ് കൃപ തന്നെയാണ്. പക്ഷേ കൃപ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പരിസരം ഒന്ന് വെടിപ്പാക്കേണ്ടി വരും. പാരഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വല്ല വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്താ കാര്യം? മുങ്ങിച്ചത്തും പോകും. പാരഷൂട്ട് ഉണ്ടെന്ന് കാര്യം ശരിയാണ്. നമ്മൾ വെള്ളത്തിലാണ് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ നമ്മൾ കൃപ ലാൻഡ് ചെയ്യുമ്പോൾ കൃപ ലഭിക്കുമ്പോൾ കൃപ ലാൻഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ഈ അവരോട് പറഞ്ഞില്ലേ, ആ സ്ത്രീയോട് പറഞ്ഞില്ലേ, ഏത് സ്ത്രീയോടാ പറഞ്ഞേ? സമരിയക്കാരത്തോട് പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ശരിക്കും പറഞ്ഞാൽ സമറിയ അതിൽ എന്ത് പറ്റും? ഞാൻ ഓർക്കിയിരുന്നേ, സമറിയ പക്ഷേ യഹൂദനോട് ഈശോ അത് പറയത്തില്ല. കാരണം യഹൂദൻ ഭയങ്കര പിശുക്കനാണ്. ഈ സമറിയക്കാരത്ത് യഹൂദയായിരുന്നു. പക്ഷേ ഈ യഹൂദന്മാരെ നബൂഖദ്നേസർ പിടിച്ചോണ്ട് പോയി. ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അയാളുടെ രാജ്യത്ത് കൊണ്ട് താമസിപ്പിച്ചു.
എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താമസിച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ടൊന്ന് ഇവിടെ താമസിപ്പിച്ചു. അപ്പോൾ എന്നിട്ട് വിജാതിരുമായിട്ട് യഹൂദൻ്റെ രക്തത്തിലുള്ളവർ തന്നെ വിജാതിരുമായിട്ട് സങ്കരവർഗം ഉണ്ടായി. അതുകൊണ്ട് യഹൂദൻ ഒരിക്കലും, അപ്പോൾ യഹൂദൻ്റെ ബ്ലഡിൽ വേറെ ബ്ലഡ് കയറിയിരിക്കണ കാരണം യഹൂദൻ ഇവരെ ദേവാലയത്തിൽ കയറ്റത്തില്ല, സമരിയക്കാരെ. അതുകൊണ്ടാണ് ഈശോയോട് ചോദിക്കണത്, നീ യഹൂദന്മാരും സമരിയക്കാരും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കണത്. പക്ഷേ ഈ ബ്ലഡ് കയറിയപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ 5 മുതലാവാണ്ടായി. അതാ ബ്ലഡ് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കുഴപ്പം അതാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കത്തില്ല. അപ്പോൾ 5 ഭർത്താക്കന്മാരെ കിട്ടിയിട്ടും സമരക്കാരത്തേക്ക് മുതലായില്ല, കാര്യം ബ്ലഡ് മാറിപ്പോയി. യഹൂദൻ പരമായി ഇണ ചേർന്നാൽ പോലും അവൻ ബ്ലഡ് നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് ബ്ലഡ് മാറിക്കഴിഞ്ഞപ്പോൾ നേച്ചർ മാറി. നമുക്കറിയാം കൃപ പോലും വരണം എങ്ങനെ, അതായത് ഗ്രേസ് ബിൽട്ടപ്പ് ഓൺ നേച്ചർ. ഒരു വ്യക്തിയുടെ നേച്ചറിലേക്കാണ് കൃപ ഇൻസ്റ്റാൾ ചെയ്യണത്. ആ പ്രകൃതി മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പം 5 ഭർത്താക്കന്മാരുണ്ടായി, 6 കിട്ടിയ അത്രയും നല്ലതാണ്, 60 കിട്ടിയ അത്രയും നല്ലതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും തൃപ്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതാണ് ഈശോ പറയുന്നത് 4:13 യോഹന്നാൻ്റെ സുവിശേഷം, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ഞാൻ നിങ്ങൾക്ക് തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല. അതിപ്പോൾ വ്യഭിചാര കേസ് മാത്രമല്ല, ടൈസൈഡ് ഉപയോഗിക്കുന്നവന് പിന്നെയും ദാഹിക്കുകയാണ്. അവനെന്ത് ചെയ്യും? അവൻ മാർബിട്ടവന് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെയും ദാഹിച്ച് അവൻ ഗ്രാനൈറ്റാക്കി. ഇനി പൊളിച്ച് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയത്തില്ല. ഇറ്റാലിയൻ സാധനമൊക്കെ ഇറങ്ങുന്നുണ്ട്, പുതിയ സാധനം ഇറങ്ങുന്നുണ്ട്. ഇവൻ പുതിയ സാധനം നോക്കിക്കൊണ്ടേ ഇരിക്കുക. പുതിയ എന്ത് വരുന്നുണ്ടെന്നാണ്. അത് കാറായാലും സൈക്കിളായാലും എല്ലാ സംഭവം പുതിയത് എന്ത് വരുന്നുണ്ട്. അത് പഴയത് വിറ്റിട്ട് പുതിയത് മേടിക്കും. പുതിയത് മേടിച്ച് അപ്പോൾ ഇതിൻ്റെ അനുഭവ തലമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയത്തില്ല. പഴയത് എടുത്തിട്ട് പുതിയത് മേടിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് ഉണ്ടാകണമെന്ന് നമുക്കറിയത്തില്ല. ഈ വ്യക്തിക്ക് എന്തോ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ വരികയാണ്. ഇപ്പം അതായത് ബൈബിൾ പറയും ഇതെല്ലാം മായയാണെന്ന് പറയും. പഴയത് ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും ഉള്ളത്, ഒന്നും പുതുതായിട്ട് സൂര്യന് താഴെ ഇല്ല. അതാണ് പുതുതായിട്ടൊന്നുമില്ല. ഞാൻ ഈജിപ്തിൽ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ അവിടെ കുറേ മമ്മികളിരിക്കുന്നുണ്ട്. 1.5 മണിക്കൂർ ഞാൻ ആ മ്യൂസിയത്തിൽ ചിലവഴിച്ച്. ഈജിപ്തിൽ മരിച്ചുപോയ മമ്മികൾ, 4000 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഡെഡ് ബോഡികൾ, രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ഡെഡ് ബോഡി മമ്മി 13 ഏക്കറിലുള്ള വലിയ കുഴിമാടങ്ങളാണ്. രാജാക്കന്മാരുടെ കൊട്ടാര കുഴിമാടങ്ങളാണ്. അതിനുള്ളിൽ അവർ സ്റ്റഫ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള 72 ദിവസം ഈ ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എടുത്തിട്ട് നമ്മളിപ്പോൾ ഫ്രീസറിൽ വെക്കത്തില്ലേ, എന്നിട്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ അകത്തുനിന്ന് കുടലെടുക്കും, പിന്നെ തലച്ചോറും കൃഷി ചെയ്ത് എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് താറ്, അറക്കപ്പൊടി, ചാരായം, പിന്നെ ഈ നൈൽ നദിയിൽ നിന്ന് എടുക്കുന്ന ഒരുതരം വൃക്ഷത്തിൻ്റെ കറ, ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇതിനകത്ത് ഈ കുടലിന് പകരം അതെല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ട് ഇവർ പൊതിഞ്ഞ് കെട്ടി ഒരു മരുഭൂമിയിൽ 90 ദിവസം കുഴിച്ചിട്ട് ശരീരം. അപ്പോൾ മരുഭൂമിയിൽ ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ ഈ മണ്ണ് ഇതിൻ്റെ വെള്ളം മുഴുവൻ വരച്ചെടുത്തിട്ട് ഇതിനെ ഉണക്കിയെടുക്കും. പക്ഷേ ഉണക്കിയെടുത്താലും ശരി ഇവർ വളരെ മിനുസമാണ് കാണാൻ. ആ ഡെഡ് ബോഡി കാണാൻ വലിയ കുഴപ്പമില്ല, ചിലത് മാത്രമേ അല്പം ഡാമേജ് ആയിട്ടുള്ളൂ. അത് ഡെലിബറേറ്റായിട്ട് പ്രിസർവ് ചെയ്യേണ്ട രീതികളാണ്. അപ്പോൾ ആ മമ്മി രാജകുമാരികളൊക്കെ ഉപയോഗിച്ചിരുന്ന 4000 കൊല്ലം മുമ്പ് പഴക്കമുള്ള സ്വർണ്ണമാലകളുണ്ട്, താലി, പറ്റുതാലി ഒക്കെ എല്ലാം ഈ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. BC 3000, BC 4000, തുത്താൻഖാമിൻ്റെ വൈഫ് ഉപയോഗിച്ചിരുന്നത് എല്ലാം അവിടെ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ നോക്കിയപ്പോൾ പറഞ്ഞു, ദൈവമേ ജോസ്കോയുടെ ജ്വല്ലറി ആണല്ലോ ഇരിക്കണത് എല്ലാം ഒന്ന് ഓർത്ത്. ജോസ്കോ ഇപ്പോൾ ഇവർ പറ്റുതാലിയൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇവരുടെ കഴുത്ത് മുഴുവനും ഇങ്ങനെ ഒരു കടന്ന കൂടെ പോലെ ഇരിക്കത്തില്ലേ, ആ സാധനമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടുത്തെ ജോസ്കോയും ഭീമയും കാണുന്ന സാധനങ്ങളാണ് ഇരിക്കണത്. ഇതിനാണ് മ്യൂസിയത്തിൻ്റെ അടുത്തെന്ന് പറഞ്ഞത്. വായിച്ച് നോക്കുമ്പോൾ അതാണ് സംഭവം. പിന്നെയാണ് മനസ്സിലായി ജോസ്കോയ്ക്ക് അവിടെ നിന്ന് കട്ടെടുത്തതാണെന്ന്. അതെന്താ സംഭവം? പണ്ട് 4000 കൊല്ലം പഴക്കമുള്ള ഡിസൈനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഉപയോഗിക്കുന്ന ആൾ വിചാരിക്കണം അത് ഏതാണ്ട് ഇപ്പോൾ കണ്ടംപററി ഡിസൈനാണെന്നാണ്.
അതാണ് ഉപയോഗിക്കുന്ന ആളിന് വിചാരിച്ചിരിക്കുന്നത്. അതായത് ഈ വിചാരം, ആന്തരികമായ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു വിചാരം മാത്രമാണ്, കാമ്പൊന്നും ഇല്ലാത്തൊരു വിചാരമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് സൂര്യന് താഴെ ഒന്നും പുതിയതില്ല, എല്ലാം പഴയതാണ്, നമുക്ക് പുതുതായിട്ട് തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനു വേണ്ടി എന്തെല്ലാമാണ് ചെയ്യണത്? ഇപ്പം തന്നെ 6 മാസം കൂടുമ്പോൾ കമ്മൽ മാറല്ലേ ആൾക്കാർ. ഇപ്പം കമ്മൽ വന്ന് തോറ്റ് അവർ ഉപയോഗിക്കണില്ല. എല്ലാം മാറി, ഉടുപ്പ് മാറുമ്പോൾ തന്നെ അതിന് പറ്റുന്ന കമ്മലും മാറി ജീവിക്കുകയാണ്. അപ്പോൾ മാറുന്നത് എങ്ങാനും കൊണ്ട് ഇവർക്ക് മാറാൻ വേണ്ടി കൊടുത്താൽ അവരുടെ തന്നെ ജോലിയിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് നമ്മളോട് മാറ്റം കീറ്റും പറയും. പുതിയത് എടുക്കുമ്പോൾ അവർക്ക് ലാഭം, നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ലാഭം, എല്ലാം അവർക്ക് മാത്രം ലാഭം, വേറെ ആർക്കും ലാഭമില്ല. നമ്മളിതിങ്ങനെ ഈ ഫാഷൻ പ്രഭത്തിൽ നമ്മളതെല്ലാം അധ്വാന ശേഷിയെല്ലാം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുമെന്ന് ഈശോ പറഞ്ഞ കറക്റ്റല്ലേ? ഇപ്പം 6 മാസം കൊണ്ട് മാറണ കമ്മൽ വീണ്ടും 6 മാസം കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ദാഹം ഉണ്ടാകും മാറാൻ വേണ്ടി. മാറണമല്ല, പിന്നെ ഇങ്ങനെ തല കുരുക്കിക്കൊണ്ട് നടക്കുകയാണ് കുഴപ്പം. അല്ലെങ്കിൽ മാറിയ ആൾക്കാരെ കാണണ്ടേ, അതുകൊണ്ട് ഞാത്തിയിട്ടിരിക്കണവൻ. കുലുക്കി കഴിഞ്ഞാൽ കുലുങ്ങാൻ പറ്റുന്ന രീതിയിൽ പറ്റിച്ച് വെച്ചെങ്കിൽ പിന്നെ കുലിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയുള്ള ജൈവപ്രവണതയെ പരിപൂർണമായി ചൂഷണം ചെയ്തുകൊണ്ടാണ് കൊമേഴ്സ്യലിസം ഇവിടെ വളരുന്നത്. ഉപഭോഗ സംസ്കാരവും കച്ചവട താല്പര്യങ്ങളും വളർന്നു വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെട്ടിൽ നമ്മുടെ അധ്വാന ശേഷി ചോർന്നു പോവുകയും നമ്മൾ കടക്കാരാകുകയും നമുക്ക് സമാധാനം നഷ്ടപ്പെടുകയും നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നതാണ് കൃപ. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിന് കൃപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കാനാണ് കൃപ. എന്നിട്ട് ഈശോ പറയും, ഈ വെള്ളം 4:13 യോഹന്നാൻ്റെ സുവിശേഷം, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഇനി ഒരിക്കലും ദാഹിക്കത്തില്ല. എന്താണ് അവൻ തരുന്ന വെള്ളം? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ, തന്നിൽ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞതെന്ന്. നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ 7:37 തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് അവൻ ഉച്ചത്തിൽ പറഞ്ഞെന്ന്. എന്തൊരു പ്രാർത്ഥന പറഞ്ഞിരിക്കണത്! ഇതുപോലെ എന്തവൻ പറഞ്ഞിട്ടുണ്ട്? അവനൊന്നും പറഞ്ഞിട്ടില്ല. ആകപ്പാട് ഇത്രയും എംഫാറ്റിക്കായിട്ട് ഇടിച്ചു കുത്തി പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? തിരുനാളിൻ്റെ പിക് ഡേ, മഹാദിനം, അവൻ എഴുന്നേറ്റ് നിന്നു, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. എന്താ 3 സൂപ്പർലേറ്റീവ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ് അവൻ പറഞ്ഞത്? കൃപയെക്കുറിച്ച് അവൻ പറഞ്ഞത്. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ, എന്നെ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്താ ജീവജലത്തിൻ്റെ അരുവികൾ? തന്നെ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. കാര്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ദാഹം അപ്പം തീരും. നമ്മുടെ സമ്പത്തും നഷ്ടപ്പെടുകത്തില്ല. അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുവകകൾ വാങ്ങിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എസ്റ്റീമില്ലേ, കാറിൻ്റെ പേര് തന്നെ അങ്ങനെയല്ല എസ്റ്റീമെന്ന്. മനുഷ്യൻ്റെ എസ്റ്റീം ഇങ്ങനെ വർദ്ധിച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ വെയിൽ കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ എസ്റ്റീം അങ്ങ് നിറച്ചു പോകും. പിന്നെ നമ്മൾ പുതിയ സാധനത്തിൽ പുതിയ എസ്റ്റീം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പുതിയ സാധനം വാങ്ങിക്കണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മുടെ എസ്റ്റീം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഹരിചന്ദ്ര ചതോപാധ്യായയുടെ കവിതയാണ്, ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. യാത്രക്കാരാ, പുഴ തന്നെ ഒരു ദാഹമാണ്, പിന്നെ ദാഹം ശമിപ്പിക്കാൻ നീ എന്തിന് പുഴയിലേക്ക് പോകണമെന്ന്. ഈ വസ്തുവകകൾ ഉപയോഗിക്കുന്നത് തന്നെ ഒരു ദാഹമാണ്. പിന്നെയും ദാഹം കൂടുകയേ ഉള്ളൂ, കുറയത്തില്ല ദാഹങ്ങൾ. അപ്പോൾ ദാഹം എപ്പോഴായാലും എവിടെയെങ്കിലും അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആത്മാവ് നഷ്ടപ്പെടുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ്, മനുഷ്യന് ഉള്ളതും ദാഹമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ എന്ന്. എന്നിൽ അടുത്ത് എന്നിൽ നിന്ന് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ ദാഹം തീരും. പണ്ടൊരു മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ പോയപ്പോൾ നിനക്ക് എന്ത് തോന്നി ഈശോ? എന്താ പത്രോസേ കാര്യം പറ. അല്ല, എൻ്റെ വീടിനും ചുറ്റുപാടും നീ കണ്ടില്ലേ? കണ്ട്. എൻ്റെ അമ്മായിമ്മനെയും കണ്ട് നീ തൊട്ട് സുഖപ്പെടുത്തുകയും ചെയ്ത് അവൾക്ക് ഞാൻ കാപ്പി അതിനകത്ത് തരികയും ചെയ്ത്. പൊതുവെ എന്ത് വേണ്ടേ?
അല്ല, നീ കാര്യം എന്താ പത്രോസേ ഉദ്ദേശിക്കണത്? അതല്ല, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കണേ, ഇങ്ങയുടെ കൂടെ ഈ കാറ്റഗിസം പഠിപ്പിച്ച് നടന്നാൽ എന്നാ കിട്ടുമെന്ന്, എന്നാ തടയുമെന്ന് ചോദിച്ചെന്ന്. ആ ചോദ്യമാ വീട്ടിൽ പോയതിന് ശേഷം കിട്ടിയ ചോദ്യമാ. പത്രോസിന് വീട്ടിൽ പോയില്ലേ, വീട്ടിൽ പോയിച്ചും വന്ന് അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നില്ലേ, അവരെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയൽവാസികളെല്ലാം കൂടി താടിയൊക്കെ വെച്ച ഭംഗിയുള്ളൊരു മനുഷ്യൻ്റെ കൂടെ നടക്കുകയാണ് പത്രോസ്. അപ്പോൾ എടാ പൊട്ടാ, 2 പിള്ളേരെ വഴിയാധാരമാക്കി ആ തള്ളച്ചെടുത്ത് കൊടുത്തിട്ട് നീ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കാറ്റഗിസം പഠിപ്പിക്കുക, എന്നാ കിട്ടുവടാ. ഇതെല്ലാം കഴിഞ്ഞ് വരണം കേട്ടാ, കാണണമെന്ന് പറഞ്ഞു കേട്ടോ. പത്രോസിൻ്റെ ഐസി അടിച്ചു പോയി. പത്രോസിന് ഉറക്കമില്ല. ഒരു ദിവസം ഒരൊറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിച്ച്, കർത്താവേ എൻ്റെ ചോദ്യമായിട്ട് എടുക്കരുത്, നീ പണ്ടെന്ന് നീ തരന്ന് വിളിച്ചതാണ്, അതെനിക്ക് എന്നാലും ഞാൻ ചോദിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിച്ചു പോണതാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തൊക്കുവെന്ന്. കർത്താവ്, സാത്താനെ നീ എൻ്റെ പുറകിൽ പോകാൻ പറഞ്ഞില്ലല്ലോ, വിളിച്ചില്ല. സൗമ്യമായ ആള് ശാന്തനായി പറഞ്ഞു, പീറ്റർ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, എടാ എന്നെ അനുഗമിക്കുന്നതിന് നീ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയ അതെല്ലാം നിനക്ക് ഈ ഭൂമി വെച്ച് തന്നെ തരും. പിന്നെ എന്താ, വരാൻ പോകുന്ന ലോകത്ത് നിത്യജീവന് വന്ന്, വരാൻ പോകുന്ന ലോകത്ത് നിത്യജീവന് വന്ന്. അപ്പോഴിങ്ങനെ ഒരു വിഷയമുള്ളത്, അതായത് ഇങ്ങനെ വരാൻ പോകുന്ന ലോകത്ത് നിത്യജീവനും. പിന്നെ പത്രോസ് ചോദ്യം അവസാനിപ്പിച്ചു. പത്രോസിന് എവിടെയോ വെച്ച് അവൻ പറഞ്ഞ കാര്യം പത്രോസിന് കിട്ടി. അവൻ്റെ കൂടെ പോയിട്ട് പത്രോസിൻ്റെ വള്ളം പോയി 2 എണ്ണം. പത്രോസിൻ്റെ വീട്ടിൽ ഞാൻ പോയതാണ്. ഞാനിങ്ങനെ കുറേ നേരം പത്രോസിൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കയറി ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇസ്രായേൽ ഗവൺമെൻറ് കള്ളത്തരമായിരിക്കും, പിന്നെ പത്രോസിൻ്റെ വീടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകാനാണെന്ന്. ഒരു ഭൂമി കുലുക്കം വന്നിട്ടില്ല. എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ അവരെ? പത്രോസിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന വീടിൻ്റെ അടിത്തറ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 8 അടി താഴെയാണ് ഭൂമിയുടെ. അതിനുശേഷം ആ വീട്ടിൽ പിന്നെ കാലാകാലങ്ങൾ ആ വീട് താമസിച്ചിരുന്ന ആൾക്കാർ ചെയ്തിരിക്കണമെല്ലാം ആ പത്രോസിൻ്റെ നേരെ കിഴക്കേ വീട്ടിലെ ഈശോ വന്ന് ആദ്യമായിട്ട് പ്രസംഗിച്ചത് കഫർനാമിലെ ആ പള്ളി അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പള്ളിയല്ല, സിനഗോഗ്. മോന്തായ ഇല്ല, പക്ഷേ മോന്തായത്തിൻ്റെ അടിത്തറയും ട്രേസ് വെച്ചിട്ടുണ്ട്. ആ സിനഗോഗ് അതിന് 8ാമത്തെ 2000 വർഷങ്ങൾക്കുള്ളിൽ 8ാമത്തെ സിനഗോഗാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാസ്തു ടെക്നിക്ക് അത് വലിയ കല്ലല്ല, അവർ കുഞ്ഞു കല്ലാണെന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടിത്തറയ്ക്ക് വേണ്ടി കുഞ്ഞു കല്ലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അടിത്തറകൾ, ഓരോരോ കാലത്തുള്ള അടിത്തറകൾ എല്ലാം ഇങ്ങനെ ഗവൺമെൻറ് ആർക്കിയോളജി വിഭാഗം ട്രേസ് ഔട്ട് ചെയ്തിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾ. ഇസ്രായേൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രത്യേക രാജ്യമാണ്. എല്ലാത്തിനും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഒരു സാധനവും സീരിയസ് അല്ല, നിസ്സാരമല്ല അവർക്ക്. എനിക്ക് അങ്ങനെയാണ് ഇസ്രായേലിൽ ചെന്നാൽ മനസ്സിലായത്, ഒന്നും നിസ്സാരമല്ലെന്ന്. അങ്ങനെ വളർന്നു വരുന്ന ജനതയാണ് അവർക്കൊന്നും നിസ്സാരമല്ല, അവർക്കെല്ലാം സീരിയസാണ്. ഞങ്ങളുടെ വണ്ടി ചെന്നപ്പോൾ തന്നെ ഒരു 6ാം ക്ലാസ് പെങ്കൊച്ച്, 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൾ വന്നത്. എന്ത് വെച്ചാൽ അവൾ AK-47 കൊണ്ടിട്ടാണ് വന്നത്. 6ാം ക്ലാസ്സിലുള്ള സാധനത്തിന് അവൾ വന്നിട്ട് AK-47 വെച്ചിട്ട് വേറെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള വേറെ ഒരു സാധനമുണ്ട്, സെൻസിറ്റീവ്, അതിൻ്റെ എല്ലാത്തിനെയും പരിശോധിച്ചു. ചിരിക്കണില്ല പണ്ടാരം, ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് നമ്മുടെ പിള്ളേർക്ക് എന്ത് ഓമനത്വമാണ്, അവർക്ക് സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷേ കൊച്ച് വളരെ ട്രെയിൻഡാണ്, മിലിറ്ററി ലേഡി പോലെയാണ്. 6ാം ക്ലാസ്സേ ഉള്ളത്, അവർ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ AK-47 ഇറങ്ങിയിട്ട് അവർ ഇറങ്ങിയിട്ട് എല്ലായിടത്തും നോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈഡ് പറഞ്ഞു, ഡോണ്ട് ലാഫ്, വെച്ചലക്കുമെന്നവർ. നിങ്ങളിത് കണ്ട് മലയാളത്തിൻ്റെ സ്വഭാവം കാണിച്ച് അവളെ പോയി ചിരിക്കുകയാണെങ്കിൽ അവൾ വെച്ച് അലക്കിച്ച് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മര്യാദയോടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാം ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇരുന്നു. അവൾ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് വെച്ചും പോയി. 6ാം ക്ലാസ് കരുതി. ഇതാണ് യഹൂദൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രാജ്യം. കാര്യം വെച്ചാൽ നമ്മൾ ജോർദാൻ ഇവരുടേതായിരുന്നല്ലോ, പണ്ട് ഇവരുടേതായിരുന്നു. ജോർദാൻ ഇപ്പോൾ പിടിച്ച് വേറെ രാജ്യമാക്കിയിട്ട് അത് ഇസ്ലാം കൈകാര്യം ചെയ്യാൻ. ജോർദാൻ ഇവരും തമ്മിൽ ഈ ഒരു വെള്ള വരയില്ലേ, ഈ ചുവപ്പ് വരയില്ലേ, അത്രയും അതിർത്തി വ്യത്യാസമുള്ളൂ. ഒരു മധുരമില്ല, ഒന്നുമില്ല. ഈ ഇവിടുന്ന് കവച്ചിപ്പുറത്ത് വെച്ചാൽ ജോർദാനിൽ നിന്ന് ഇപ്പുറത്ത് വെക്കുമ്പോൾ ഇസ്രയേലാകും. ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. കാര്യം ജോർദാൻ ഇങ്ങനെ ഊഷരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, വലങ്കോരപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഒരു ചെവിട് നമ്മൾ ഇസ്രയേലിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പർദീസയിൽ കയറിയ പോലെയാണ് ഫീൽ ചെയ്യണത്. ഒന്നാമത്തെ ഗോതമ്പെല്ലാം ഇങ്ങനെ വെള്ളഞ്ഞിട്ട് സ്വർണം പൂത്ത് കിടന്ന് ആടുക ഉലകുകയാണ്.
അതിനിടയ്ക്ക് മുന്തിരി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കറുകറുത്ത മുന്തിരികൾ കൊലയോട് കിടക്കണം. വാഴക്ക് പച്ച നിറമില്ല, കറുപ്പ് നിറവാണ്, നമ്മുടെ മുടി പോലെ ഇരിക്കുന്ന വാഴകൾ അവരെല്ലാം ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ ഫീഡിങ്ങാണ്. കമ്പ്യൂട്ടർ ഫീഡിങ് ആകപ്പാടെ 6 കോടിയോ ഇല്ല, നമ്മൾ നെറ്റിലടിച്ച് നോക്കുമ്പോൾ 6 കോടിയൊന്നും ഇല്ല, എൻ്റെ 1.5 കോടിയോ 2 കോടിയോ സാധനമുള്ള എല്ലാം കൂടി. പക്ഷേ എന്തൊരു മനുഷ്യർ, വലിയ ആരോഗ്യമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കുടവേറന്മാരൊന്നും കണ്ടില്ല, എനിക്ക് പോലും കുടവേറുണ്ട് ഇവിടെ. ഇരുന്നിങ്ങനെ ആയിപ്പോയാ, ഇനി എന്ത് വരുമെന്ന് ഇരുന്നറിയാം. പക്ഷേ യഹൂദൻ്റെ കൂടെ ഒരു കുടവേറയും കണ്ടില്ല. എന്നാൽ മസിൽമാനൊന്നും ഇല്ല, സാധാരണ ബോഡിയുള്ള ആൾക്കാർ. പക്ഷെ ആയുസ്സുണ്ടെന്ന് തോന്നുന്നത് കണ്ടിട്ട്. പൊതുവെ ഞാൻ എല്ലാ ആൾക്കാരും നോക്കിയായിരുന്നു. വലിയമ്മമാരൊക്കെ ഇതിന് ഭയങ്കര സ്മാർട്ട് ലേഡീസ്. 10-70 വയസ്സുണ്ടെങ്കിലും ഒരു 10-45 വയസ്സുകാരുടെ സ്മാർട്ട്നെസ് കാണിക്കുന്ന ചുറുചുറുക്കുള്ള അവരാരും സെൽഫാണെല്ലാം, ആരുടെയും ആശ്രയമില്ലാതെ സെൽഫ് മെയ്ഡാണ് അവരെല്ലാം. ആ രീതിയിലാണ് പറഞ്ഞത്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള പരവേശങ്ങൾ, അതായത് ആന്തരികമായ ദാഹം. എനിക്ക് കുറേ പണ്ടത്തെ വാക്കാണ് എപ്പോഴും വരണത്. പണ്ടൊക്കെ ഇപ്പം പരവേശം ഉപയോഗിക്കണില്ലല്ലോ. മലയാളത്തിൽ കുറേ തങ്കപ്പെട്ട വാക്കുകളുണ്ടായിരുന്നു, എല്ലാം ഇപ്പോൾ പോയി. പുതിയ ആൾക്കാർ പുതിയ ഭാഷ സംസാരിച്ചപ്പോഴേ. അതായത് മലയാളത്തിനുള്ള ഗുണം എന്തറിയാമോ? മലയാളത്തിന് തമിഴ്നാട്ടുകാരനേക്കാൾ ഗുണമാണ്. തമിഴിൻ്റെ വാക്കുകളേ ഉള്ളൂ. നമ്മൾ 400 കൊല്ലം വരെ സംസാരിച്ച തമിഴായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആര്യൻ ഇനിസം കിടന്നു വന്നപ്പോൾ സംസ്കൃതം കൂടി കയറി. അപ്പോൾ സംസ്കൃതവും മലയാളം കൂടി യോജിച്ചപ്പോൾ നമുക്ക് എന്നാ പറ്റി? സംസ്കൃതത്തിലെ പദസമ്പത്ത് നല്ല ഭംഗിയുള്ള പദസമ്പത്ത് കിട്ടി. പക്ഷേ ഭംഗിയുണ്ട് സംസ്കൃതത്തിന്, പക്ഷേ നല്ല എരിവും പുളിയുള്ള വർത്തമാനമുള്ളത് തമിഴിലാണ്. സംസ്കൃതത്തിന് മധുരമാണ്. സംസ്കൃതം നമ്മൾ നോക്കുമ്പോൾ ഇത്തിരി മധുരമാണ് ഉള്ളത്, എരിവും പുളിയും ഉള്ളത് തമിഴിനാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് മലയാളത്തിന് നല്ല ഭാഷയാണ്. കാര്യം ഇതിന് 2 ഭാഷയുടെയും ഗുണങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞതേ ഉള്ളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദാഹം ശമിപ്പിക്കേണ്ടതാണെന്ന് ഈശോയ്ക്കറിയാം. ദാഹം ശമിപ്പിക്കാനുള്ള മരുന്ന് ഈശോയ്ക്കറിയാം. ഈശോ അതാണ് പ്രൊമോട്ട് ചെയ്യണത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, പക്ഷേ അതിന് 2 കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ദാഹമാണ്. പക്ഷെ ദാഹത്തിന് പറ്റുന്ന സാധനം അവൻ്റെ അകത്ത് ഇല്ലാത്ത കാരണം അവൻ പല സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ദാഹം മാറ്റാൻ നോക്കുകയാണ്.
പക്ഷേ ഈ വെള്ളം കുടിക്കണവന് പിന്നെയും പിന്നെയും ദാഹിച്ചുകൊണ്ടേയിരിക്കും. ഈ വെള്ളം കുടിക്കണേ പിന്നെയും പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ദാഹിക്കത്തില്ല. പത്രോസിന് ആ വെള്ളം കിട്ടിയെന്നല്ലേ പറഞ്ഞത്. പത്രോസിൻ്റെ വല പോയി, വള്ളം പോയി, ജോലി പോയി, തൊഴിൽക്കാർ പോയി, കാശ് പോയി, പൊന്ന് പോയി, വെള്ളി പോയി, എല്ലാം പോയി. അവസാനം കർത്താവും പോയി. എല്ലാ സ്വപ്നങ്ങളും കൊടുത്തിരുന്ന കർത്താവും കൈമോശം വന്നു പോയി. അവസാനം അവന് ബൈബിള് മാത്രമായി. അവനൊരു തോൾനാടനെ വിട്ടിട്ട് കട്ടൻ ചായക്ക് പോലും കാശില്ലാഞ്ഞ കാലത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പോണ കാര്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനേക്കാളുള്ള ബൈബിളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാര്യം അതൊന്നും ചിന്തിക്കണം. പത്രോസിൻ്റെ ജീവിതം കാര്യം നമ്മളെ ഗലീലി കടപ്പുറത്ത് ചെല്ലുമ്പോൾ അന്നത്തെ 2 വള്ളവും വലയുണ്ടായിരുന്ന മനുഷ്യനാണ്. അത്രയും തൊഴിൽ സമ്പത്തും തൊഴിലാളി സമ്പത്തും ഉണ്ടായിരുന്ന ആളാണ്. ഒറ്റാളെ പ്രതിയാണ് ഇതെല്ലാം ഗുഡ് ബൈ പറഞ്ഞത്. മക്കളെയും പോയി, വീടും പോയി. അവസാനം എന്ത് പറ്റി? എല്ലാം പോയി, സമ്പത്ത് പോയി. പൊന്നെന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ നാണയങ്ങളാണ്, റോമാക്കാരുടെ നാണയങ്ങളാണ്. അന്നിത്തിരി നിലവാരമുള്ള ആൾക്കാർക്കെല്ലാം പൊന്നുണ്ടായിരുന്നു, പൊന്നു നാണയങ്ങളുണ്ടാകും. ഇസ്രയേൽക്കാരുടെ നാണയമാണ് വെള്ളി നാണയങ്ങൾ. സ്വർണ്ണ നാണയം ഉണ്ടാക്കാൻ ഇസ്രയേൽക്കാർക്ക് അനുവാദമില്ല, റോമക്കാർക്കും അത് അനുവാദം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു യഹൂദൻ്റെ കയ്യിൽ വലിയ കുഴപ്പമില്ലാത്ത കക്ഷിക്ക് കയ്യിൽ 2 നാണയങ്ങളുണ്ടാകും. വെള്ളി നാണയവും ഉണ്ടാവും, സ്വർണ്ണ നാണയവും മടിയിലുണ്ടാവും, ഉറുമാരിയിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് അവൻ നടക്കണ. പക്ഷേ എന്ത് പറ്റി? അവസാനം വന്നപ്പോൾ പണിയില്ല, ചെയ്തുകൊണ്ടിരുന്ന പണിത്തൊഴിലും പോയി, എല്ലാം നശിച്ച് നാറാണക്കല്ലും പെറുക്കി. അവസാനം എല്ലാ സ്വപ്നവും ഉണ്ടാക്കി തന്ന ആളും കൈമോശം വന്ന്, കർത്താവും കൈമോശം വന്ന്. കർത്താവും കൈമോശം വരുമ്പോഴും എനിക്ക് എപ്പോഴും ഓർക്കും, കർത്താവും കൈമോശം വന്ന് കട്ടൻ ചായക്ക് കാശില്ലാതെ ആയിപ്പോയി. ഒരു ആത്മഹത്യ നടന്ന്, ഒരു വലിയ കൊലപാതകം നടന്ന്, എന്തെല്ലാമാണ് നടന്നത് 2 ആഴ്ചക്കുള്ളിൽ. കർത്താവിൻ്റെ കൊലപാതകം, യുദാസിൻ്റെ ആത്മഹത്യ, പത്രോസിൻ്റെ പണി നഷ്ടം, തൊഴിൽ നഷ്ടം, അതുപോലെ തന്നെ പണിയില്ല, തൊഴിലില്ല. അവസാനം ഇനി എവിടെയെങ്കിലും തൊഴിലില്ലെങ്കിലും വളഞ്ഞുകൂടി കിടന്നുറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തില്ല. കാര്യം യഹൂദന്മാർ ഇവരെ 12 പേരെ തിരക്കി നടക്കുക. ഒരുത്തൻ ചത്തുന്നവർക്ക് മനസ്സിലായി, ബാക്കി 11 പേരില്ലേ. ഇവന്മാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതുകൊണ്ട് അത് ബൈബിൾ പറയും, യഹൂദരുള്ള ഭയനിമിത്തം അവർ വാതിൽ ബന്ധിച്ചകത്തിരിക്കുകയായിരുന്നെന്ന്. മരണഭയം. അപ്പോൾ എന്തൊക്കെയാണ്? ആത്മഹത്യ, കൊലപാതകം, ധനനഷ്ടം, തൊഴിൽ തകർച്ച, ഇനി മരണഭയം. 5 കാര്യങ്ങൾ ഒരു ലൈഫിങ്ങനെ പെട്ടെന്ന് മാറി. 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളുടെ ഇടക്കാണ് തലവെട്ടിച്ച് ഇത്രയും കഷ്ടപ്പാട് നിൽക്കുമ്പോഴും ആ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഹീസ് എ റോക്ക്. അവനെ കണ്ട കാലം കർത്താവ് പറഞ്ഞു, സമയോൻ ബാർച്ചോന യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ ഷുഡ് ബിൽഡ് മൈ ചർച്ച്. കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്, ശമയോനെ, യോനായോടൊപ്പം തന്നെ ശമയോനെ, യു ആർ റോക്ക്, നീ പാറയാണെന്ന്. പാറയാ. ആത്മഹത്യ ഉണ്ടായി, കൊലപാതകം ഉണ്ടായി, ധനനഷ്ടം ഉണ്ടായി, തൊഴിൽ തകർച്ച ഉണ്ടായി, മരണഭയം ഉണ്ടായി. എന്നിട്ടും അവൻ ദേവാലയത്തിലേക്ക് ബൈബിളും കക്ഷത്ത് വെച്ച് കട്ടൻ ചായ പോലും കുടിക്കാൻ കാശിലഞ്ഞപ്പോഴും കർത്താവിനെ മറക്കാതെ കയറി വരികണം. പാറയായി കയറിപ്പോവുകയെ. അപ്പോഴാണ് ഒരു മുടന്തൻ കൈ നീട്ടണത്. കാപ്പി കുടിച്ചിട്ടില്ല, വല്ലതും തരേ. പണ്ടത്തെ ഓർമ്മക്ക് ആള് മുറുമാര് തപ്പി നോക്കി. അപ്പോഴാണ് മനസ്സിലാകണത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നില്ല. ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, ആ കാലം പോയി. എൻ്റെ കയ്യിൽ വെള്ളിയില്ല, പക്ഷെ നിനക്ക് ഞാനൊരു സംഭവം തരാം. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. യു സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ എഴുന്നേറ്റ് നടക്ക് എൻ്റെ കർത്താവിൻ്റെ നാമത്തിലെന്ന്. ഷോ, അവനങ്ങ് എഴുന്നേറ്റ് നടന്നു. അതാണ് പത്രോസ്. ഈ ലോകത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ജീസസ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ജീവിക്കും, നമ്മൾ അതിജീവിക്കും. ഈശോ തന്നെ എന്താ പറയുന്നത്? ഞാൻ ജീവിക്കുന്നു. അതിൻ്റെ 14-19 യോഹന്നാൻ്റെ സുവിശേഷം, ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും അതിജീവിക്കുമെന്ന്. മക്കളെ, കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം, കർത്താവിൻ്റെ സാന്നിധ്യം, അതാണ് നമ്മുടെ അതിജീവനം. ബാക്കി ഏത് കേസായാലും ശരി, എപ്പോൾ നടപടിയായാലും ശരി, നമ്മൾ അതിജീവിക്കും. ബിക്കോസ് ജീസസ് ഇസ് വിത്ത് us. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നുകൊണ്ട്
പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. പാടാം. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. തീർച്ച ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ചെറുതെല്ലാവരുമാണ്. പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നീഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അടയാളങ്ങൾ സംഭവിക്കട്ടെ. പകർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി ശക്തമായി സ്തുതിക്കട്ടെ. അഭിഷേകം വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കടലോരക്കാനും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കടലോരക്കാനും അഭിഷേകം വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കടലോരക്കാനും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവർത്തനം സ്തുതിക്കാം. ഹല 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 ഹല. ശരിയ വലിയ 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 ഹല്ലേലൂയ. ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും ശതമാനം. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട്
പ്രയാണങ്ങൾ സംഭവിക്കട്ടെ. ഉയർത്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ കർത്താവിന്റെ കരവേലം പൂർണ്ണമായി വീഴ്ത്തി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. 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 ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ